ഞാനിപ്പോൾ നിൽക്കുന്നത് സക്കീഫത്തു ബനി സാദ എന്ന തോട്ടത്തിൻ്റെ അടുത്താണ്. മസ്ജിദ് നബവിയുടെ 322, 326 ഗേറ്റുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഒരു കെട്ട്. നേരത്തെ ഇത് നല്ലൊരു തോട്ടമായിരുന്നു. പൂക്കളും അതുപോലെ വലിയ മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു തോട്ടമായിരുന്നു. ഇപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായി തിരഞ്ഞെടുത്ത തോട്ടമാണ് സക്കീഫത്തു ബനി സാദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത കേട്ട സ്വഹാബികൾ പരിസരം മറന്നു. പലരും ബോധമറ്റ് വീണു. ചിലർക്ക് കുറേ സമയം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത കേട്ട് ഓടി വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ അടുത്തേക്ക് നീങ്ങി മുഖത്തെ മറനീക്കി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് മുഖത്ത് ചുംബനമർപ്പിച്ചു. ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് സ്വഹാബത്തിനോടായി പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിക്ക് ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയില്ല. അപ്പോൾ മറ്റൊരിടത്ത് ബനൂ സാഅദക്കാരുടെ ഈ കാണുന്ന സ്ഥലത്തെ അന്നുണ്ടായിരുന്ന പന്തലിൽ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായി ഇസ്ലാമിക ഭരണത്തിന് ആര് നേതൃത്വം നൽകണം? അതായിരുന്നു അവിടെ ചർച്ചാ വിഷയം. അൻസാറുകളാണ് ഈ സമ്മേളനത്തിന്റെ സൂത്രധാരകർ. അവരുടെ സമ്മേളനത്തെക്കുറിച്ച് അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെയും പ്രേരണയ്ക്ക് വഴങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എത്തി. അൻസാരികളിൽ അവരിൽപ്പെട്ട സഅദ് ബിൻ ഉബാദയെ ഖലീഫയാക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ബയ്യത്ത് ചെയ്യുക. എന്നാൽ അവർ രണ്ടുപേരും അത് സമ്മതിച്ചില്ല. അവർ രണ്ടുപേരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നിർദ്ദേശിച്ചത്. അനന്തരം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. പിന്നീട് മുഹാജിറുകളും അൻസാറുകളുമെല്ലാം ബൈഅത്ത് ചെയ്തു. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ ഖലീഫയായി തെരഞ്ഞെടുത്തത് ഇവിടെ വെച്ചായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എന്നത് മുസ്ലിം ഉമ്മത്തിന് ഒരു നേതൃത്വത്തിന്റെ അനിവാര്യത എത്രത്തോളം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു.